ഇതിനകത്ത് 53% ഈ ഡീലിനകത്ത് പറയുന്നത്, സെക്കൻഡ് ഫേസിലാണ് പറയുന്നത്, 53% ലാൻഡ്, ഗാസയിലോ ലാൻഡ് IDF പ്രീ ഒക്കുപ്പൈ ചെയ്യുക, അവർ മാറത്തില്ല അവിടുന്ന്. അപ്പം അതിനകത്തുനിന്ന് തന്നെ സംഭവത്തിൻ്റെ ഡീപ്പായിട്ട് നോക്കുവാണെങ്കിൽ ഇവർ കംപ്ലീറ്റ് വിഡ്രോവൽ എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും. പക്ഷെ 53% IDFൻ്റെ, അതായത് ഇസ്രായേലി ഫോഴ്സിൻ്റെ കയ്യിലായിരിക്കും ലാൻഡ്, അതായത് ഗാസ പല സിറ്റികൾ ഉൾപ്പെടെ. 53% അവരുടെ കയ്യിൽ വെക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു വലിയ ട്രാപ്പ് എന്ന് പറയുന്നത്, അമേരിക്കൻ സൈന്യം ഏകദേശം 200 പേരെന്നാണ് പറയുന്നത്, അതൊന്നും ആയിരിക്കത്തില്ല. അവരായിരിക്കും ഈ ഡീല് മെറ്റീരിയലൈസ് ചെയ്യുന്നത്, അതായത് മോണിറ്റർ ചെയ്യുന്നത്. ഇപ്പം അമേരിക്കൻ സേന ഇത് മോണിറ്റർ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഘടകം എന്ത്? പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഹമാസ് വെപ്പൺസ് താഴെ വെക്കുന്നതാണ്. കാരണം അവരായിരിക്കും പെട്രോളിങ് നടത്തുന്നത്, അവരായിരിക്കും ബോർഡർ നോക്കുന്നത്. ഇസ്രായേലിലെ ഗാസയുടെയും ബോർഡർ അല്ല, ഈജിപ്തിൻ്റെയും മറ്റുള്ള ബോർഡർ ഉണ്ടല്ലോ, റഫ, ഖാൻ യൂനിസ്, ആ ബോർഡർ എല്ലാം ഇവരുടെ കൺട്രോളിലായിരിക്കും. അതായത് ഇവർ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല പോയവർ, ഡിസ്പ്ലേസ്ഡ് ആയിട്ട് അവിടുന്ന് പോയവർ ഈജിപ്തിലോട്ടും മറ്റ് പല ഭാഗത്തോട്ടും പോയിട്ട് തിരിച്ചു വരാൻ സമ്മതിക്കത്തില്ല. അതേപോലെ ഈ അവരൊരു ബേസ് അമേരിക്കയുടെ ഒരു ആഗ്രഹമാണ്. അത് ഇസ്രായേൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെണിയാണ് ബേസിക്കലി. അതായത് 200 പേരെന്ന് പറയുന്നത് ആയിരിക്കുകയില്ല, അത് മിനിമം 1000-1500 പേരായിരിക്കും.